ഇന്ത്യൻ ഭരണഘടനയ്ക്കുള്ളിലേക്ക് ജനാധിപത്യത്തെക്കുറിച്ചുള്ള ഒരു പുതിയ ഭാവന ഒരുപക്ഷേ ആധുനിക രാഷ്ട്രീയ ദർശനത്തിൽ പൊളിറ്റിക്കൽ ഫിലോസഫിയുടെ ഡൊമൈനിൽ അതുവരെ ഇല്ലാതിരുന്ന ഒരു പുതിയ രാഷ്ട്രീയ ഭാവനയെ ജനാധിപത്യത്തെക്കുറിച്ചുള്ള ഒരു തത്വമായി അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതിനെയാണ് നമ്മൾ ഫ്രറ്റേണിറ്റി എന്ന് പറയുന്നത്. ഇപ്പോൾ സ്കൂളിലൊക്കെ പണ്ട് പ്രതിജ്ഞ എടുത്തിട്ടുണ്ടല്ലോ, ഇന്ത്യ എൻ്റെ രാജ്യമാണ്, എല്ലാ ഇന്ത്യക്കാരും സഹോദരി സഹോദരന്മാരാണ് എന്ന്. അത് തമാശയായിപ്പോയി, എങ്കിലും അത് തമാശയായിരുന്നില്ല. അത് വളരെ ആഴത്തിൽ ആലോചിച്ച ഒരാശയത്തിൻ്റെ ആവിഷ്കാരമായിരുന്നു എല്ലാ ഇന്ത്യക്കാരും സഹോദരി സഹോദരന്മാരാണ്. അത് ഈ ഫ്രറ്റേണിറ്റി എന്ന ആശയത്തിൻ്റെ ഒരു നിർവഹണ രൂപമായിരുന്നു. ഇവിടെ അംബേദ്കർ എന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, അദ്ദേഹം ചെയ്തൊരു കാര്യം, ഇന്ത്യൻ ജാതി വ്യവസ്ഥ എന്ന് പറയുന്നത് മനുഷ്യർക്കിടയിലെ അസമത്വത്തെ സ്വഭാവവൽക്കരിച്ച ഒരു സംവിധാനമാണ്. അസമത്വത്തെ സ്വഭാവവൽക്കരിച്ച ഒരു സംവിധാനത്തെ എതിരിടാൻ കെൽപ്പുള്ള മറ്റൊരു ധാർമ്മിക വ്യവസ്ഥയായിട്ട് ഭരണഘടനാ മൂല്യങ്ങളെയും ജനാധിപത്യത്തെയും മാറ്റാൻ കഴിയുമോ എന്നതാണ് അദ്ദേഹം ആലോചിച്ചത്. അതായത് ഡെമോക്രസി ആസ് ആൻ എത്തിക്കൽ ഫ്രെയിം, ഒരു നൈതികമായ ചട്ടക്കൂടായി ജനാധിപത്യത്തെ മാറ്റാൻ കഴിയുമോ, ആ നൈതികമായ ചട്ടക്കൂടിനെ നിർണ്ണയിക്കുന്ന, അതിൻ്റെ ഘടനയെ രൂപപ്പെടുത്തുന്ന ഒന്നായിട്ട് ഭരണഘടനയെ മാറ്റാൻ കഴിയുമോ? ഇതായിരുന്നു അംബേദ്കറുടെ പരിശ്രമം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അംബേദ്കർ ഭരണഘടനാ വിധാതാവാണ് എന്ന് പറയുന്നത് അദ്ദേഹം ഒറ്റക്കൊരാളായിട്ട് എഴുതി തയ്യാറാക്കി എന്നർത്ഥത്തിലൊന്നുമല്ല. അങ്ങനെ പറയുന്നത് ചരിത്രപരമായി ശരിയുമല്ല. 1895 സ്വരാജ് ബില്ല് മുതൽ 6-7 ഡോക്യുമെൻറ്റുകൾ ഇന്ത്യൻ ഭരണഘടനയുടെ പൂർവ്വഗാമികളായിട്ടുണ്ട്. അല്ലാതെ 46 ചേർന്ന കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലി അല്ല ആദ്യമായിട്ട് ഇന്ത്യൻ ഭരണഘടനയെക്കുറിച്ച് ആലോചിക്കുന്നത്. ഏറ്റവും ആദ്യത്തെ ഡോക്യുമെൻ്റ് 895 19-ാം നൂറ്റാണ്ടിൽ സ്വരാജ് ബില്ല്. അത് ആരാണ് എഴുതിയെന്ന് അറിഞ്ഞുകൂടാ. ആനി ബസൻ്റെയൊക്കെ എഴുതിയിരുന്നത് ബാലഗംഗാധര തിലകനാണ് അത് തയ്യാറാക്കിയെന്നാണ്. 100 ആർട്ടിക്കിളുള്ള സ്വരാജ് ബില്ല് എന്ന് പറയുന്ന ഒന്നുണ്ട്. പിന്നെ ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി, അവർ ഒരു ഇന്ത്യൻ സോഷ്യലിസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞിട്ട് അവരൊന്നും ഉണ്ടാക്കുന്നുണ്ട്. 1927 സൈമൺ കമ്മീഷൻ ഇന്ത്യയിൽ വരികയും സൈമൺ കമ്മീഷനിലെ അംഗങ്ങളായിട്ട് ഇന്ത്യക്കാരെ ആരും ഉൾപ്പെടുത്താത്തതുകൊണ്ട് കോൺഗ്രസ് അതിനെ ബഹിഷ്കരിക്കുകയും ചെയ്ത സമയത്ത് ബ്രിട്ടീഷ് വൈസ്രോയി എന്നാൽ ഇന്ത്യക്കാർ സ്വന്തം നിലയ്ക്കൊരു ഭരണഘടന ഉണ്ടാക്കട്ടെ എന്നൊരു വെല്ലുവിളി ഉയർത്തിയപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒരു കമ്മിറ്റിയെ നിയോഗിച്ചു. ആ കമ്മിറ്റിയുടെ ചെയർമാൻ മോത്തിലാൽ നെഹ്റു ആയിരുന്നു, സെക്രട്ടറി പണ്ഡിറ്റ് നെഹ്റു ആയിരുന്നു. 6 അംഗങ്ങളുള്ള കമ്മിറ്റി അവരൊരു ഡോക്യുമെൻ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. അതാണ് നെഹ്റു റിപ്പോർട്ട്. 1927 ഡോക്യുമെൻ്റാണ്. പിന്നെ 35 പ്രവിശ്യ തെരഞ്ഞെടുപ്പുകൾ വന്നപ്പോൾ അതിൻ്റെ അടിസ്ഥാനമായിട്ട് ബ്രിട്ടീഷ് ഗവൺമെൻറ് തന്നെ തയ്യാറാക്കിയ ഞാൻ നേരത്തെ പറഞ്ഞ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് വരുന്നുണ്ട്. 44 എം എൻ റോയിയുടെ ഭരണഘടനാ രൂപരേഖ വരുന്നുണ്ട്. 46 നാരായണ അഗർവാളിൻ്റെ ഗാന്ധിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഫോർ ഫ്രീ ഇന്ത്യ എന്ന ഡോക്യുമെൻ്റ് വരുന്നുണ്ട്. ഇങ്ങനെ 5-6 ഡോക്യുമെൻറ്റുകൾ ഇതിനു മുമ്പ് തന്നെ പല നിലയ്ക്ക് വന്നിട്ടുണ്ട്. അല്ലാതെ ആൾ ഓഫ് എ സഡൻ ഒരു കൂട്ടം പണ്ഡിതന്മാർ വട്ടം കൂടിയിരുന്ന് ഭരണഘടന എഴുതിയുണ്ടാക്കിയെന്നൊന്നുമല്ല. അതിനൊക്കെ എത്രയോ കാലം കഴിഞ്ഞിട്ടാണ് ഭരണഘടനയിലേക്ക് നമ്മൾ കടക്കുന്നത്. 46 ഡിസംബർ 9 കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലി നിലവിൽ വന്നു. 49 നവംബർ 29 വരെ ചേർന്നു. 2 വർഷം 11 മാസവും 18 ദിവസവും കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലി ചേരുകയും വളരെ വിപുലമായി ചർച്ച ചെയ്തിട്ടാണ് നമ്മുടെ ഫൈനൽ ഡോക്യുമെൻറ്റിലേക്ക് കടക്കുകയും ചെയ്തത്. ഇതിനകത്ത് ഞാൻ ഈ പറഞ്ഞ അടിസ്ഥാനപരമായൊരു ഊന്നൽ, 2 നിരാകരണങ്ങളുണ്ട് കേട്ടോ ഇതിനകത്ത്, അതും ശ്രദ്ധിക്കണം. ഒന്ന്, ഈ മനുസ്മൃതി അടക്കം മുമ്പോട്ട് വെച്ച വർണ്ണധർമാധിഷ്ഠിതമായ സാമൂഹ്യ വ്യവസ്ഥയുടെ സമ്പൂർണ്ണ നിരാകരണമാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. അത് പൂർണ്ണമായിട്ടും RSS ഒക്കെ ഉയർത്തിയ വിമർശനം ശരിയാണ്. 1927 മനുസ്മൃതി കത്തിച്ച ആളുടെ പേരാണ് അംബേദ്കർ എന്നത്. നമ്മൾ ഇന്ന് ഓർക്കുന്ന കൊച്ചേട്ടൻ്റെ ഒരു പൂർവ്വ സന്ദർഭം അംബേദ്കറിൽ അങ്ങനെയാണ്. മനുസ്മൃതി ആദ്യമായിട്ട് കത്തിക്കുന്ന ആളാണ് 1927. രണ്ടാമത്തൊരു നിരാകരണം ഈ നിലയ്ക്കല്ല. രണ്ടാമത് ഇന്ത്യൻ ഭരണഘടന സമ്പൂർണ്ണമായി നിരാകരിച്ച ഒരു പൊളിറ്റിക്കൽ പൊസിഷൻ ഗാന്ധിയുടേതാണ്. ഗാന്ധി ഗ്രാമസ്വരാജ് എന്ന സങ്കല്പത്തെ കേന്ദ്രീകരിച്ച് ആദർശാത്മക ഗ്രാമങ്ങളെ മുൻനിർത്തുന്ന ഒരു ഭരണഘടനാ സങ്കല്പമാണ് മുമ്പോട്ട് വെച്ചത്. ആ ഭരണഘടനാ തത്വത്തിന് വാസ്തവത്തിൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് കാര്യമായ ഇടമൊന്നും
ഇല്ല എന്നതാണ് വാസ്തവത്തിലുള്ളത്. നമ്മൾ എന്താ പറയുക, പാശ്ചാത്യ ജനാധിപത്യത്തിൻ്റെ ഒരു രാഷ്ട്ര സംവിധാനം, സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു ഡെമോക്രസി എന്ന നിലയിൽ തന്നെയാണ്. ശക്തമായ കേന്ദ്രം എന്നത് അംബേദ്കർ മുമ്പോട്ട് വയ്ക്കുന്ന ഒരാശയമാണ്. അല്ലാതെ ഗ്രാമങ്ങൾക്കും ഓരോ പ്രദേശങ്ങൾക്കും സ്വയംഭരണാധികാരം എന്നുള്ള തത്വമൊന്നും അംബേദ്കർ അംഗീകരിക്കുന്നില്ല. ഇന്ത്യയെപ്പോലൊരു സംവിധാനത്തിന്, ജനാധിപത്യത്തിൽ വേരില്ലാത്ത സംവിധാനത്തിന്, ഫ്യൂഡൽ ശക്തികൾക്കും പ്രാദേശികമായ വിഭാഗീയതകൾക്കും വളരെ വേര് പിടിക്കാനാണ് അത്തരം പ്രൊവിഷൻസ് ഇടം നൽകുക എന്നുള്ളതുകൊണ്ട് വളരെ ശക്തമായൊരു കേന്ദ്രം എന്നത് അംബേദ്കർ മുമ്പോട്ട് വയ്ക്കുന്ന ഒരു ആശയമാണ്. അത് ഫെഡറലിസത്തിനെതിരായിട്ടൊന്നുമല്ല, പക്ഷേ ഫെഡറലിസത്തോടൊപ്പം തന്നെ ഈ ഒരു കേന്ദ്രത്തിൻ്റെ ബലം എന്നത് അംബേദ്കർ ഊന്നുന്നുണ്ട്. അങ്ങനെ രണ്ട് പാരമ്പര്യങ്ങളെയും നിരാകരിച്ച് ആധുനിക ജനാധിപത്യത്തിലേക്ക് ഇന്ത്യയെ കൊണ്ടുപോകാൻ പര്യാപ്തമായ ഭരണനിർവഹണ തത്വങ്ങൾ ഒരു ഭാഗത്ത്, രാഷ്ട്രീയ ആശയങ്ങൾ, ദാർശനിക ആശയങ്ങൾ മറുഭാഗത്ത്, ഇത് രണ്ടും ചേർത്തിട്ടാണ്, അഡ്മിനിസ്ട്രേറ്റീവും കോൺസ്റ്റിറ്റ്യൂഷണലുമായ ഘടകങ്ങളെ ആധുനിക ഇന്ത്യയുടെ ജനാധിപത്യ തത്വങ്ങളോട് ചേർത്തിട്ടാണ് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുന്നത്. അതുകൊണ്ട് ഇപ്പോൾ സമീപകാലത്ത് ഇന്ത്യൻ ഭരണഘടനയെക്കുറിച്ച് ഇറങ്ങിയ പ്രധാനപ്പെട്ട പുസ്തകങ്ങളിലൊന്ന് ഗൗതം ഭാട്ടിയയുടെ ട്രാൻസ്ഫോർമേറ്റീവ് കോൺസ്റ്റിറ്റ്യൂഷൻ, പരിവർത്തനോന്മുഖമായ ഭരണഘടന എന്ന പുസ്തകമാണ്. അതിൽ അദ്ദേഹം പറയുന്ന രസമുള്ള ചില നിരീക്ഷണങ്ങളാണ്. അദ്ദേഹം പറയുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിലെ അംഗങ്ങളായിരുന്ന ഏതാണ്ട് 95% അംഗങ്ങളും ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നേതാക്കൾ തന്നെയായിരുന്നു. മിക്കവാറും എല്ലാവരും തന്നെ, വളരെ കുറച്ച് പേരെ അല്ലാത്തവരായിട്ട് ഉള്ളൂ. ഇപ്പോൾ അങ്ങനെ ചിലരെയൊക്കെ തിരഞ്ഞെടുത്ത്, അത് അന്നത്തെ ജനാധിപത്യത്തിൻ്റെ ഒരു വലിപ്പം കൂടിയാണ് കേട്ടോ. നിങ്ങൾ ഈ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയെ മനസ്സിലാക്കേണ്ടത്, അത് ഇന്ത്യയുടെ ചരിത്രത്തിലെ വളരെ അസാധാരണമായ ഒരു സന്ദർഭമാണ് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി രൂപപ്പെടുത്തുന്നത്. കാരണം 45 ക്യാബിനറ്റ് മിഷൻ വരുന്നു, ഇന്ത്യക്ക് വേണ്ട ഭരണഘടന തയ്യാറാക്കണമെന്ന് തീരുമാനിക്കുന്നു. പക്ഷേ പ്രായപൂർത്തി അവകാശത്തിൻ്റെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പ് നടത്തി അതിൽ നിന്ന് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി അംഗങ്ങളെ തിരഞ്ഞെടുത്ത് കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കുക എന്നുള്ളതൊന്നും അപ്പം പ്രായോഗികമായിരുന്നില്ല. അതുകൊണ്ട് ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 45 പ്രവിശ്യ തിരഞ്ഞെടുപ്പുകൾക്ക് നടന്നിരുന്നു കുറേ പ്രവിശ്യകളിൽ. ആ പ്രവിശ്യകളിൽ തിരഞ്ഞെടുത്ത നിയമസഭാംഗങ്ങൾ അവരുടെ പ്രതിനിധിയായിട്ട് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി അംഗങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. നാട്ടുരാജ്യങ്ങളിൽ നിന്നാകട്ടെ രാജാക്കന്മാരും മറ്റും തിരഞ്ഞെടുത്തയച്ച ആളുകളുമാണ് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ അംഗങ്ങളായിരുന്നത്. ഒരു കണക്കെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 13 മുതൽ 15% വരെ ആളുകൾ മാത്രം വോട്ട് ചെയ്ത പ്രവിശ്യ തെരഞ്ഞെടുപ്പുകളിൽ നിന്നാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി അംഗങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടത്. 15% മാക്സിമം, 13 to 15 എന്നതാണ് വോട്ടിംഗ് പെർസെൻറ്റേജ്. കാരണം അന്ന് സാർവത്രിക വോട്ടവകാശം ഇല്ല. പിന്നെ നാട്ടുരാജ്യങ്ങളിലൊന്നും തിരഞ്ഞെടുപ്പില്ല. 500 നാട്ടുരാജ്യമുണ്ട്, ചിന്നി ചെതറി കിടക്കുകയാണ്. എല്ലാവരും പരമാധികാരി ആളുകളാണെന്ന് സ്വയം വിചാരിച്ച് നടക്കുന്ന കാലമാണ്. തിരുവിതാംകൂർ രാജാവൊക്കെ അന്നിങ്ങനെ ഒരു സ്വതന്ത്ര തിരുവിതാംകൂറിന് സങ്കല്പിച്ച് ജീവിക്കുന്ന കാലമാണ്. സ്വാതന്ത്ര്യം കിട്ടിയ 75 കൊല്ലമായിട്ട് നമ്മുടെ ചില പത്രങ്ങളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ തിരുവിതാംകൂർ മഹാരാജാവെന്ന് കാണാം. അപ്പോൾ ഇത് ഏത് രാജ്യമാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല, പക്ഷേ എങ്കിലും മഹാരാജാവ് വന്നു എന്നാണ് പറയുക. നമ്മുടെ പത്രങ്ങൾക്കൊന്നും ഈ അസുഖം അവസാനിച്ചിട്ടില്ല. അപ്പോൾ ഇങ്ങനെ നാട്ടുരാജ്യങ്ങളുടെ പ്രതിനിധികളും തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളും എല്ലാം ചേർന്ന് ആദ്യം 399 അംഗങ്ങളുള്ള കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയാണ് 46 കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെട്ടത്. പക്ഷേ അപ്പോഴേക്കും വിഭജനം എന്നുള്ളതൊരു പ്രശ്നമായി. മുസ്ലിം ലീഗ് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ പങ്കെടുക്കുന്നില്ല എന്ന് തീരുമാനിച്ചു. മുസ്ലിം ലീഗ് ബഹിഷ്കരിച്ചതോടെ 289 അംഗങ്ങളുടെ എണ്ണം കുറഞ്ഞു. കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ചേരുന്ന 46 ഡിസംബർ 9 ആകുമ്പോഴേക്കും ഇന്ത്യ വർഗീയ കലാപത്തിൻ്റെ പിടിയിൽപ്പെട്ട് കഴിഞ്ഞു. വിഭജനം ഉണ്ടാക്കിയ കലാപത്തിൻ്റെ പിടിയിൽപ്പെട്ടു. കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി സമ്മേളിക്കുന്ന സമയത്താണ് ലോകം കണ്ട ഏറ്റവും മാരകമായ വർഗീയ ലഹള ഇന്ത്യയിൽ നടക്കുന്നത്. ഈ വിഭജനം വന്ന സമയത്തുള്ള പ്രതീക്ഷ എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു അതിർത്തി ഗ്രാമങ്ങളിലെ 5 മുതൽ 10 ലക്ഷം ആളുകൾ വരെ ഡിസ്പ്ലേസ്ഡ് ആവും, അതിൻ്റെ ചില അസ്വാസ്ഥ്യങ്ങളുണ്ടാവും എന്നാണ് പൊതുവെ കണക്കൂട്ടിയത്. മൗണ്ട് ബാറ്റനും കണക്കൂട്ടി അങ്ങനെയാണ്, നെഹ്റുവും കണക്കൂട്ടി അങ്ങനെയാണ്. അഭയാർത്ഥികളായത് 2 കോടി ആളുകളാണ്. 5 ലക്ഷമൊന്നുമല്ല, 2 കോടി ആളുകൾ അഭയാർത്ഥികളായി. 10 ലക്ഷം പേർ കൊല്ലപ്പെട്ടു. ലോകത്ത് ഒരു വർഗീയ കലാപത്തിൽ ഇത്ര ആളുകൾ കൊല്ലപ്പെട്ടില്ല. 10 ലക്ഷം പേർ കൊല്ലപ്പെട്ടു. ഇതിൻ്റെ നടുവിലാണ് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ചേരുന്നത്. ഗാന്ധി കൊല്ലപ്പെട്ടു. ഇന്ത്യയും പാകിസ്ഥാനും 2 രാജ്യങ്ങളായി. ഇതിൻ്റെ നടുക്ക് ഒരു ഭാഗത്ത് പാർലമെൻറ്റായിട്ട് പ്രവർത്തിക്കുക, മറുഭാഗത്ത് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ആയിട്ട് പ്രവർത്തിക്കുക. രണ്ടും ഒന്ന് തന്നെയായിരുന്നു.
ചിലപ്പോൾ ചേരുന്നത് പാർലമെൻറ്റായിട്ടായിരിക്കും അപ്പോഴത്തെ കാര്യങ്ങൾ നിർവഹിക്കാൻ, അല്ലാത്തപ്പോൾ കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലി ആയിട്ട് ചേരും. അങ്ങനെ ഇന്ത്യൻ ജനതയുടെ ഒരു 15% മാത്രം വോട്ട് ചെയ്തൊരു സംവിധാനത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട 200-300 താഴെ ആളുകൾ ചേർന്ന് ആണ് ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന രൂപരേഖ ഉണ്ടാക്കിയത്. അത് ലോകത്തിലെ തന്നെ അത്ഭുതകരമായൊരു സമ്മേളനമാണ് എന്ന് ഇന്ന് തിരിഞ്ഞു നോക്കിയാൽ കാണാൻ പറ്റും. അതിൻ്റെ ഒരു പ്രാധാന്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ശബ്ദങ്ങളും വേണമെന്ന കാര്യത്തിൽ അന്ന് വലിയ നിർബന്ധം ഉണ്ടായിരുന്നു. ഇപ്പോൾ ശ്യാമപ്രസാദ് മുഖർജി, അദ്ദേഹം കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലി അംഗമാണ്. അംബേദ്കർ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ആദ്യം ബംഗാളിൽ നിന്നാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. ഇന്ത്യ പാക് വിഭജനം വന്നപ്പോൾ ആ ബംഗാൾ പ്രവിശ്യ പാകിസ്ഥാൻ, കിഴക്കൻ ബംഗാൾ പാകിസ്ഥാനായിപ്പോയി, അംബേദ്കർ പുറത്തായിപ്പോയി. പിന്നെ അംബേദ്കറെ എന്താ പറയുക, ബോംബെയിൽ നിന്ന് അവിടുത്തെ കോൺഗ്രസ് കമ്മിറ്റിയുടെ എതിർപ്പിനെ മറികടന്ന് ആണ് രാജേന്ദ്രപ്രസാദ് നെഹ്റുവും ചേർന്ന് അംബേദ്കറെ കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലിയിലേക്ക് വീണ്ടും എലക്ട് ചെയ്ത് കൊണ്ടുവരുന്നത്. അങ്ങനെയാണ് അദ്ദേഹം ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാനായിട്ടെല്ലാം മാറുന്നത്. അന്നത്തെ ഒരു കാഴ്ച എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസംബർ 9-നാണ് കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലി ചേരുന്നത്. 11-ാം തീയതിയാണ് നമ്മുടെ ചെയർമാനെ തിരഞ്ഞെടുക്കുന്നത്. രാജേന്ദ്രപ്രസാദിനെ വേദിയിലേക്ക് കൊണ്ടുവരുന്നത് 2 പേര് ചേർന്നാണ്. ആചാര്യ കൃപലാനിയും മൗലാന അബ്ദുൽ കലാം ആസാദും ചേർന്നിട്ടാണ് അദ്ദേഹത്തെ വേദിയിലേക്ക് കൊണ്ടുവരുന്നത്. നിങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷണൽ അസംബ്ലി ഡിബേറ്റ്സിൻ്റെ ഫസ്റ്റ് വോള്യം നോക്കിയാൽ അതിൽ ഡിസ്ക്രിപ്ഷനിൽ കാണാൻ പറ്റും 2 മുദ്രാവാക്യങ്ങൾ ആ സമയത്ത് കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലിയിൽ ഉയർന്നു കേൾക്കുന്നുണ്ട്. ഒന്നാമത്തേത് ഇൻകുലാബ് സിന്ദാബാദ് എന്നുള്ളതാണ്, രണ്ടാമത്തേത് ജയ് ഹിന്ദ് എന്നതാണ്. ഇന്ന് അതിനൊക്കെ സിംബോളിക്കായി ഒരുപാട് പ്രാധാന്യം വന്നു. ഇൻകുലാബ് സിന്ദാബാദ്, അല്ലാതെ ഭാരത് മാതാ കി ജയ് വാസ്തവത്തിൽ അന്നില്ല, വന്ദേ മാതരവും ഇല്ല. ഈ ഇൻകുലാബ് സിന്ദാബാദ് എഴുതിയുണ്ടാക്കിയത് മൗലാന ഹസ്രത് മൊഹാനി എന്ന് പറയുന്ന ഉറുദു പോയറ്റാണ്. നിങ്ങൾ അദ്ദേഹത്തിൻ്റെ പാട്ട് ചിലപ്പോൾ കേട്ട് കാണും. ചുപ്കെ ചുപ്കെ റാത്ത് ദിൻ ആൻസു ബഹാനാഹെ എന്ന് പറയുന്ന ഗുലാമലി പാടി പ്രസിദ്ധമായ ഗസൽ എഴുതിയത് ഈ മൗലാന ഹസ്രത് മൊഹാനിയാണ്. മൊഹാനിക്ക് വേറൊരു പ്രാധാന്യം കൂടിയുണ്ട്. 1921 അഹമ്മദാബാദ് കോൺഗ്രസ് സമ്മേളനത്തിൽ പൂർണ്ണ സ്വാതന്ത്ര്യ പ്രമേയം അവതരിപ്പിക്കുന്നത് മൊഹാനിയാണ്. ആ പ്രമേയം പാസ്സായില്ല. ആ പ്രമേയം ഇദ്ദേഹം അവതരിപ്പിച്ചു. സ്വാമി കുമാരാനന്ദ എന്ന് പറയുന്ന ഒരാൾ അതിനെ പിന്താങ്ങി സംസാരിച്ചു. അതിനെ എതിർത്തത് ഒരാളായിരുന്നു. ഒരാൾ മാത്രമേ സംസാരിച്ചുള്ളൂ എതിർത്ത്. അദ്ദേഹത്തിൻ്റെ പേര് മഹാത്മാഗാന്ധി എന്നാണ്. ഇപ്പോൾ ഗാന്ധിയുടെ ജീവചരിത്രം ടെണ്ടുൽക്കർ എഴുതിയതിൽ ടെണ്ടുൽക്കർ പറയുന്നുണ്ട്, ഇന്ന് തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ എന്തിനാണ് ഗാന്ധി എന്ന ആ പ്രമേയത്തെ എതിർത്തതെന്ന് നമുക്ക് ആശ്ചര്യം തോന്നും. പക്ഷേ ഗാന്ധി എതിർക്കുകയാണ് ചെയ്തത്. ഗാന്ധി അതിനെ എതിർക്കുകയാണ് ചെയ്തത്. 1929 ഡിസംബറിലാണ് ലാഹോർ സമ്മേളനത്തിൽ വെച്ച് കോൺഗ്രസ് പൂർണ്ണ സ്വരാജ് പ്രമേയം അംഗീകരിക്കുന്നത്. അത് ഗാന്ധി ഔദ്യോഗികമായി ഡിക്ലെയർ ചെയ്ത ദിവസമാണ് 1930 ജനുവരി 26. ആ ജനുവരി 26-ൻ്റെ 20-ാം വാർഷികമായതുകൊണ്ടാണ് 1950 ജനുവരി 26-ന് ഇന്ത്യ റിപ്പബ്ലിക് ആയത്. കോൺസ്റ്റിറ്റ്യൂഷൻ അംഗീകരിക്കപ്പെട്ടത് 49 നവംബർ 26-നാണ്. 2 മാസം കാത്തിരുന്നത് ഈ 20-ാം വാർഷികത്തിന് വേണ്ടിയിട്ടാണ്. അതിന് വേറെ പൊളിറ്റിക്കൽ സിഗ്നിഫിക്കൻസ് ഒക്കെ ഉണ്ട്, ഞാൻ പറയുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു തന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ 2 മുദ്രാവാക്യം, മൊഹാനിയുടെ മുദ്രാവാക്യം, മറ്റത് ജയ് ഹിന്ദ് എന്ന മുദ്രാവാക്യം INA-ക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ്. ആബിദ് ഹസൻ എന്നു പേരായ INA-യിലൊരു സോൾജിയറാണ് അത് ഉണ്ടാക്കുന്നത്. അവർ ആ മുദ്രാവാക്യങ്ങളാണ് മുഴങ്ങിക്കേൾക്കുന്നത്. അങ്ങനെ രാജേന്ദ്രപ്രസാദ് ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെടുകയും കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലി ഡിബേറ്റ് ആരംഭിക്കുകയും ചെയ്ത സമയത്ത് ആദ്യമായി രാജേന്ദ്രപ്രസാദ് കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലിയിൽ പറയുന്നൊരു കാര്യം, മുസ്ലിം ലീഗ് ഈ സഭ ബഹിഷ്കരിച്ചിരിക്കുകയാണ്. മുസ്ലിം ലീഗ് ഈ സഭ ബഹിഷ്കരിച്ചിരിക്കുന്നു എന്നത് നമ്മുടെ ഉത്തരവാദിത്തം വർദ്ധിപ്പിക്കുന്നു. കാരണം മുസ്ലിം ലീഗിലെ അംഗങ്ങൾ ഈ സഭയിൽ ഉണ്ടാകുമായിരുന്നെങ്കിൽ അവർ ഉന്നയിക്കുമായിരുന്ന വിമർശനങ്ങൾ കൂടി ഉയർത്തിക്കൊണ്ട് വേണം നാം ഇത് ചർച്ച ചെയ്യാൻ. അവരുടെ അഭാവത്തിൽ, എളുപ്പമായി എന്നല്ല, അവരുടെ അഭാവത്തിൽ അവരുന്നയിക്കുമായിരുന്ന വിമർശനങ്ങൾ കൂടി നിങ്ങൾ ഉന്നയിക്കണം. ആ വിമർശനങ്ങൾ കൂടി പരിഗണിച്ചിട്ട് വേണം നമ്മൾ അന്തിമമായി പോകാൻ എന്ന് കരുതുന്ന, ഞാൻ പറയുന്നത് ജനാധിപത്യത്തിൻ്റെ ബീയിങ് ഡിഫറൻറ്റ്, വ്യത്യസ്തമായിരിക്കാനുള്ള കഴിവ് എന്നുള്ളതിൻ്റെ ഒരു വലിയ ആവിഷ്കാരം അന്ന് കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലിയിൽ ഉണ്ടായിരുന്നു. അംബേദ്കർ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാനായിട്ട് വരുന്നു. അങ്ങനെ ഈ പറയുന്ന ജനാധിപത്യം എന്നതിനെ, പക്ഷേ ഇന്ത്യൻ സമൂഹത്തെക്കുറിച്ച് നെഹ്റുവിനോ ഗാന്ധിക്കോ അല്ലെങ്കിൽ പട്ടേലിനോ ആചാര്യ കൃപലാനിക്കോ അന്നത്തെ വലിയ ആളുകൾക്കോ ഒന്നുമില്ലാത്ത വലിയ ഉൾക്കാഴ്ച അംബേദ്കർക്ക് ഉണ്ടായിരുന്നു. കാരണം ഇവരെല്ലാം ഇന്ത്യയുടെ പ്രാചീന സമൂഹം ജനാധിപത്യപരമാണ് എന്ന് വിശ്വസിച്ചിരുന്ന ആളുകളാണ്. അംബേദ്കർ പക്ഷേ സംശയരഹിതമായിട്ടും പറഞ്ഞൊരു കാര്യം, ഇന്ത്യയിൽ യാതൊരു ജനാധിപത്യവും ഇല്ല. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ജാതിയുള്ളിടത്ത് ഒരു ജനാധിപത്യവും ഇല്ല. ജാതി മനുഷ്യരെ തുല്യരല്ല എന്നുള്ളതിൻ്റെ പ്രഖ്യാപനമാണ്. അതുകൊണ്ട് ജാതി നിലനിൽക്കുന്നോ ജനാധിപത്യം ഇല്ല എന്നാണ് അതിൻ്റെ ലളിതമായ അർത്ഥം.
അംബേദ്കർ ഗാന്ധിയോട് തന്നെ പറയുന്നുണ്ട് 31 ഈ രണ്ടാം വട്ട വയസ്സ് സമ്മേളനത്തിന് അംബേദ്കറും ഗാന്ധിയും പോകുന്നുണ്ടല്ലോ. അപ്പോൾ പോകുന്നതിന് മുമ്പ് അംബേദ്കറെ കാണണമെന്ന് ഗാന്ധി ആഗ്രഹം പ്രകടിപ്പിക്കുകയും 1931 ഓഗസ്റ്റ് 15 ബോംബെയിൽ മണിഭവനിൽ ചെന്നിട്ട് അംബേദ്കർ ഗാന്ധിയെ കാണുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഗാന്ധിയുടെ സംഭാഷണത്തിനിടയിൽ ഗാന്ധി അംബേദ്കറോട് പറയും, താങ്കൾ സ്വാതന്ത്ര്യ സമരത്തെ പിന്തുണയ്ക്കണം, താങ്കളുടെ ഇപ്പോഴത്തെ പ്രവർത്തന രീതി നമ്മുടെ മാതൃരാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തെ വൈകിപ്പിക്കും. അപ്പോൾ അംബേദ്കർ ഭയങ്കര ഷാർപ്പായ ഒരു വാക്യമാണ് മറുപടിയായി പറഞ്ഞത്. അംബേദ്കർ പറഞ്ഞു, മിസ്റ്റർ ഗാന്ധി, വി ഡോണ്ട് ഹാവ് എ മദർലാൻഡ്. ഞങ്ങൾക്കൊരു മാതൃരാജ്യമില്ല. ഈ മാതൃരാജ്യം എന്ന് അങ്ങ് പറയുന്നത് അങ്ങയുടെ മാതൃരാജ്യമാണ്, സവർണരുടെ മാതൃരാജ്യമാണ്. ഈ ഞങ്ങൾക്കൊരു മാതൃരാജ്യമില്ല. വഴി നടക്കാൻ അവകാശമില്ലാത്തവർക്ക്, പൊതുക്കിണറ്റിൽ നിന്ന് വെള്ളം എടുക്കാൻ അവകാശമില്ലാത്തവർക്ക്, കുഞ്ഞുങ്ങളെ സ്കൂളിൽ പഠിപ്പിക്കാൻ അവകാശമില്ലാത്തവർക്ക്, പകൽ വെളിച്ചത്തിൽ ഇറങ്ങി നടക്കാൻ അവകാശമില്ലാത്തവർക്ക് എന്ത് മാതൃരാജ്യം? ഈ ചോദ്യം വാസ്തവത്തിൽ മാരകമായൊരു ചോദ്യമായിരുന്നു. ഗാന്ധി ഐത്തോച്ചാടനം എന്നതിനെ തൻ്റെ അജണ്ടയിലെ പ്രധാന വിഷയമാക്കി 30കൾക്ക് ശേഷം മാറ്റുന്നതിൻ്റെ അടിസ്ഥാന കാരണങ്ങളിലൊന്ന് അംബേദ്കറുടെ ഈ ഇടപെടലാണ്. അവർ തമ്മിൽ പിന്നെയും കോൺഫ്ലിക്റ്റുകളൊക്കെ ഉണ്ട്. പക്ഷേ അംബേദ്കറുടെ ഇടപെടൽ ഗാന്ധിയുടെ രാഷ്ട്രീയത്തെ തന്നെ വലിയ തോതിൽ പിൽക്കാലത്ത് മാറ്റിമറിക്കുകയുണ്ടായി. അതുകൊണ്ട് ഇന്ത്യൻ ഭരണഘടന ആധുനികമായ ഒന്നായിരിക്കണം. അത് ഇന്ത്യയിൽ വേരുപിടിച്ച് നിൽക്കണമെങ്കിൽ ഭരണഘടനാപരമായ ധാർമ്മികത സാക്ഷാത്കരിക്കപ്പെടണം. ആ ധാർമ്മികതയുടെ സാക്ഷാത്കാരത്തിന് ഇന്ത്യക്കാരെ പരിശീലിപ്പിക്കേണ്ടതുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട്, അദ്ദേഹം അന്ന് ഉപയോഗിച്ചൊരു വാക്കുണ്ട് കേട്ടോ. അദ്ദേഹം പറയുന്നുണ്ട്, ഒരു ചാണകക്കൂനയ്ക്ക് മുകളിലാണ് ഇത് നിൽക്കുന്നത് എന്ന്. ഇന്നത്തെ അർത്ഥമൊന്നും ഈ വാക്കിന് അന്നില്ല, എങ്കിലും അദ്ദേഹം ഉപയോഗിച്ചു. അതുകൊണ്ട് ഇത് ഉറച്ചു നിൽക്കണമെങ്കിൽ നിങ്ങൾ പരിശീലിക്കേണ്ടതുണ്ട് എന്ന് അദ്ദേഹം പറയുകയും ആ പരിശീലനത്തോടെ ഇന്ത്യയെ ഉറപ്പിച്ച് നിർത്തണം എന്ന് അദ്ദേഹം വാദിക്കുകയും ചെയ്തു. അതല്ലാതെ വളരെ ലഘുവായി സർവസമ്മതമായ ഒത്തുതീർപ്പിലൂടെയൊന്നും ഇന്ത്യയെ ജനാധിപത്യത്തിലേക്ക് കൊണ്ടുപോകാൻ കഴിയും എന്ന് അംബേദ്കർ കരുതിയിരുന്നില്ല. വളരെ റാഡിക്കലായൊരു പൊസിഷൻ അദ്ദേഹം അക്കാര്യത്തിലെടുത്തു. അദ്ദേഹത്തിൻ്റെ എല്ലാ നിലപാടുകളൊന്നും ഭരണഘടന അസംബ്ലി അംഗീകരിച്ചൊന്നുമില്ല. അപ്പം അദ്ദേഹം എടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പൊസിഷനുണ്ട്, അത് ഇന്ന് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അദ്ദേഹം പറഞ്ഞു, ഇന്ത്യൻ ജനാധിപത്യം നേരിടാനിരിക്കുന്ന ഏറ്റവും വലിയ വെല്ലുവിളി അത് പൊളിറ്റിക്കൽ മെജോറിറ്റിയെ കമ്മ്യൂണൽ മെജോറിറ്റി കൊണ്ട് റീപ്ലേസ് ചെയ്യാൻ പറ്റും. എന്തൊരു മാരകമായ ദീർഘദർശനാണെന്ന് ഞാനിപ്പോൾ ആലോചിക്കും. യു ക്യാൻ റീപ്ലേസ് ദ പൊളിറ്റിക്കൽ മെജോറിറ്റി വിത്ത് കമ്മ്യൂണൽ മെജോറിറ്റി. അദ്ദേഹം പറയും, പൊളിറ്റിക്കൽ മെജോറിറ്റിയുടെ പ്രശ്നം എന്താണ്, സ്വഭാവം എന്താണ്? അതൊരു രാഷ്ട്രീയ കക്ഷി ഒരു നിലപാട് ജനങ്ങളോട് പറഞ്ഞ് അതിൻ്റെ പിന്തുണ നേടി അവർ ഭൂരിപക്ഷത്തിൽ വന്ന് അവർ സർക്കാരായി തീരുന്നതാണ്. പൊളിറ്റിക്കൽ മെജോറിറ്റി ഉണ്ടായി വരുന്നതാണ്, അസ്ഥിരപ്പെടാവുന്നതാണ്. അതിനെ നിങ്ങൾക്ക് ഡിസ്റ്റെബിലൈസ് ചെയ്യാം. മറിച്ച് കമ്മ്യൂണൽ മെജോറിറ്റി നിങ്ങൾ ജനിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ കൈവരുന്നതാണ്, അതുണ്ടായി വരുന്നതല്ല, അതുള്ളതാണ്. അതിനെ അസ്ഥിരപ്പെടുത്താൻ കഴിയില്ല. അതുകൊണ്ട് കമ്മ്യൂണൽ മെജോറിറ്റി എപ്പോഴാണോ ഡെമോക്രസിയുടെ ഉള്ളിലേക്ക് തള്ളിക്കയറുന്നത്, ഡെമോക്രറ്റിക് ഫാബ്രിക് എന്ന് പറയുന്നത് തവിടുപൊടിയായിപ്പോവും. ഇത് അദ്ദേഹം വളരെ മുമ്പ് പറഞ്ഞു. അതിനൊരു പ്രതിവിധി നിർദ്ദേശിച്ചു കേട്ടോ. പ്രതിവിധി എന്തായിരുന്നു എന്ന് വെച്ചാൽ, ഇന്ത്യൻ പാർലമെൻറ്റിൽ അംഗങ്ങളാകാവുന്ന സവർണ ഹിന്ദുക്കളുടെ എണ്ണം നിജപ്പെടുത്തണം, മുൻകൂറായി തീരുമാനിക്കണം. 50%-ലധികം സവർണ വിഭാഗങ്ങൾ ഇന്ത്യൻ പാർലമെൻറ്റിൽ ഉണ്ടാകരുത് എന്നത് നിയമപരമായി വ്യവസ്ഥപ്പെടുത്തണം എന്ന് അദ്ദേഹം പറഞ്ഞു. പക്ഷേ കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലി അംഗീകരിച്ചില്ല. അപ്പോൾ 14ാമത്തെ ലോകസഭയുടെ കണക്കെടുത്താൽ നിങ്ങൾക്കറിയാം, യു പിയിൽ 80 സീറ്റുണ്ട്. യു പിയിലെ ജനസംഖ്യ 20 കോടിയാണ്. 20% മുസ്ലിങ്ങളാണ്. 4 കോടി മുസ്ലിങ്ങളുണ്ട്. ഈ 80 ആളുകളിൽ ഒരാൾ പോലും മുസ്ലിം ആയിരുന്നില്ല. സെലക്റ്റീവ് എക്സ്ക്ലൂഷനായി മാറുകയാണ് ഡെമോക്രസി, സെലക്റ്റീവ് ഇൻക്ലൂഷനല്ല. ഇത് അംബേദ്കർ മനസ്സിലാക്കിയിരുന്നു, ഈ ഭീഷണി ഇന്ത്യ നേരിടാനിരിക്കുന്നുണ്ട് എന്നുള്ളത്. ഞാൻ പറഞ്ഞത് ഇത്തരത്തിലുള്ള കരുതലുകൾ എടുത്തു എന്നുള്ളതാണ് വാസ്തവത്തിൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ ഫാർ റീച്ചിങ് ആകുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഗൗതം ഭാട്ടിയ പറയുന്ന ഒരു രസമുള്ള ഒബ്സർവേഷൻ ഞാൻ നേരത്തെ പറഞ്ഞു തുടങ്ങിയ കാര്യം അതാണ്. അതായത് ദേശീയ പ്രസ്ഥാനത്തിൻ്റെ സമുന്നതരായ നേതാക്കളായിരുന്നു ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെയും നേതാക്കളെങ്കിലും ഇന്ത്യൻ ഭരണഘടനയിൽ തെളിഞ്ഞു നിൽക്കുന്ന ആശയങ്ങൾ അത് മുഴുവൻ ദേശീയ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അതേ ആശയങ്ങളല്ല. ഇപ്പോൾ ദേശീയ സ്വാതന്ത്ര്യ സമരം ഒരിക്കലും ഫ്രറ്റേണിറ്റി എന്നുള്ള ആശയത്തെ അതിൻ്റെ വാർ ഫ്രണ്ടിലെ ഒരു സ്ലോഗനാക്കിയിട്ടില്ല. ഫ്രീഡം അവിടെ ഉണ്ടായിരുന്നു, ഇക്വാലിറ്റി ഉണ്ടായിരുന്നില്ല, ഫ്രറ്റേണിറ്റി ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ ഇക്വാലിറ്റിയും ഫ്രറ്റേണിറ്റിയും ഭരണഘടനയുടെ പ്രിയാമ്പിൾ അത്ര പ്രോമിനൻ്റായി വന്നു.
അങ്ങനെ പ്രോമിനൻ്റായി വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജനാധിപത്യം എന്ന് പറയുന്നത് അല്ലെങ്കിൽ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഇന്ത്യയിൽ അർത്ഥപൂർണമാകണമെങ്കിൽ അത് എന്താ പറയുക ദ്വിമുഖമായിരിക്കണം. ഒരു ഭാഗത്ത് രാഷ്ട്രീയ സ്വാതന്ത്ര്യം, മറുഭാഗത്ത് സാമൂഹിക സ്വാതന്ത്ര്യം. ഒരു ഭാഗത്ത് കൊളോണിയൽ അധിനിവേശത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം, മറുഭാഗത്ത് ജാതി വ്യവസ്ഥയുണ്ടാക്കിയ അസമത്വത്തിൽ നിന്നുള്ള മോചനം. ഇതില്ലാതെ ഇന്ത്യ സ്വതന്ത്രമാവില്ല. ഇപ്പം ഇന്ത്യയിൽ കേരളത്തിൽ രസമുള്ളൊരു സന്ദർഭമുണ്ട്. ഞാൻ പല പ്രസംഗങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. ഈ യൂട്യൂബിൻ്റെ ഒരു കുഴപ്പം അതാ. വീണ്ടും ഒരു സ്ഥലത്ത് പറയുമ്പോഴേക്കും ആളുകൾക്ക് ഇത് മനസ്സിലാവും, ഇയാൾ അതന്ന് പറഞ്ഞതാണല്ലോ. ഞാൻ ഇന്നാൾ പ്രസംഗിച്ചപ്പോൾ ഒരാൾ പറഞ്ഞു, മാഷ് ഇന്ന് ആ തമാശ പറഞ്ഞിട്ടില്ല കേട്ടോ. അങ്ങനെ ആളുകൾ റെഡി ആയിട്ടിരിക്കുക, ആ തമാശ ഇപ്പോൾ വരും എന്ന് കരുതിയിട്ട്. ഒരു തർക്കം ഉണ്ടായത്, നമ്മുടെ ആശാൻ ഒരു കവിത എഴുതി. ആ കവിതയിൽ ആശാൻ ഒരു വരി എഴുതി, എന്തിനു ഭാരതധരെ കരയുന്നു, പാരതന്ത്ര്യം നിനക്ക് വിധികൽപ്പിതമാണ് തായേ, ചിന്തിക്ക ജാതി മതിരാന്തർ തമ്മിലടിച്ച് അന്തപ്പെടും തനയർ, എന്തിനായേ സ്വരാജ്യം. എന്തിനാണ് ഇന്ത്യ കരയുന്നത്, ഭാരതധര കരയുന്നത്? സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്, പാരതന്ത്ര്യം എന്നുള്ളത് നിൻ്റെ വിധിയാണ്. ജാതിയുടെ പേരിൽ മനുഷ്യർ തമ്മിലടിച്ച് മരിക്കുന്ന ഒരു സ്ഥലത്ത് എന്ത് സ്വാതന്ത്ര്യം എന്നാണ് ആശാൻ ആ കവിതയിൽ ചോദിച്ചത്. വള്ളത്തോളിന് അത് ഇഷ്ടമായില്ല. വള്ളത്തോൾ അതിനൊരു മറുപടി എഴുതി. ആ കവിതയുടെ പേരും ഒരു മറുപടി എന്നാണ്. ആ കവിതയിൽ വള്ളത്തോൾ പറഞ്ഞു, സോദരർ തമ്മിലപ്പോൾ ഓരോരു പോരല്ല, സൗഹൃദത്തിൻ്റെ കലങ്ങി മറിയലാവും. സഹോദരന്മാർ തമ്മിലൊരു വഴക്കുണ്ടായാൽ അതിനെ വലിയൊരു ശണ്ഠയായിട്ടൊന്നും കാണണ്ട. അത് സാഹോദര്യത്തിനിടയിൽ വീട്ടിലൊക്കെ ചില ചെറിയ വഴക്കുകളുണ്ടാവുമല്ലോ, അങ്ങനെ കണ്ടാൽ മതി എന്നാണ്. ഇതിങ്ങനെ പറയാൻ പറ്റുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? ആശാൻ കുമാരനാശാനാണ്. വള്ളത്തോൾ വെറും വള്ളത്തോളല്ല, വള്ളത്തോൾ നാരായണ മേനോനാണ്. ഈ അടി കണ്ട ആൾക്ക് സാഹോദര്യമാണെന്ന് തോന്നും, കൊണ്ട ആൾക്ക് ഒരു സാഹോദര്യമില്ല. അതാ പ്രശ്നം. ഈ കൊണ്ടവർക്ക് സാഹോദര്യമാണെന്ന് തോന്നുമില്ലല്ലോ. കൊണ്ടവനല്ലേ കൊണ്ടവൻ്റെ വേദന അറിയുള്ളൂ. മറ്റവർക്ക് സാഹോദര്യമാണെന്ന് തോന്നും. ഈ പ്രശ്നമുണ്ട്. ഞാൻ പറയണത്, അംബേദ്കർ എന്തുകൊണ്ട് നാഷണൽ ഫ്രീഡത്തിൻ്റെ, നമ്മുടെ ദേശീയ സ്വാതന്ത്ര്യത്തിൻ്റെ കേന്ദ്രത്തിൽ അംബേദ്കർ എന്തുകൊണ്ട്? അംബേദ്കർ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടൊന്നുമില്ല. അംബേദ്കർ സ്വാതന്ത്ര്യ സമരത്തിൽ ഒരിക്കലും പങ്കെടുത്തിട്ടില്ല. അവസാനത്തെ ബ്രിട്ടീഷ് വൈസ്രോയി കൗൺസിലിൽ മന്ത്രിയുമായിരുന്നു. ജലസേചനത്തിൻ്റെയും ലേബർ കാര്യങ്ങളുടെയൊക്കെ ചുമതലയായിരുന്നു അംബേദ്കർക്ക്. നമ്മുടെ അവസാനത്തെ വൈസ്രോയി കൗൺസിലുണ്ടല്ലോ 42-ന് ശേഷം. പക്ഷേ അവസാനത്തെ വൈസ്രോയി കൗൺസിലിൽ അംഗമായിരുന്ന ഒരാൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാനായി. 48-ലെ ആദ്യത്തെ മന്ത്രിസഭയിലെ നിയമകാര്യമന്ത്രിയുമായി. എങ്ങനെയായി? അതാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നതിൽ ഇൻഹറൻ്റായ ഒരു കോൺട്രഡിക്ഷൻ. അത് പൊളിറ്റിക്കൽ ഫ്രീഡം മാത്രമല്ല, അത് സോഷ്യൽ ഫ്രീഡം കൂടിയാണ്. സാമൂഹിക സ്വാതന്ത്ര്യമില്ലാതെ ഇന്ത്യക്ക് സ്വതന്ത്രമാവാൻ പറ്റില്ല. കാരണം ഇന്ത്യൻ ജനതയെ സഹസ്രാബ്ദങ്ങളായി അടിച്ചമർത്തുന്ന ഒരു സംവിധാനമായിട്ട് ജാതി ഉണ്ടെന്നും ഈ ജാതി വ്യവസ്ഥയെ ഭേദിക്കാതെ നിങ്ങൾക്ക് ഇന്ത്യയെ സ്വതന്ത്രമാക്കാനാവില്ല എന്നുമുള്ളത് ഇന്ത്യയെ ബോധ്യപ്പെടുത്തിയ ഒരാളുടെ പേരാണ് അംബേദ്കർ. അതാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിൽ അംബേദ്കറുടെ സംഭാവന. അല്ലാതെ ബ്രിട്ടനെതിരെ സമരം ചെയ്തത് മാത്രമല്ല. ഇത് അപ്രധാനമാണെന്ന് ഒരു നിലയ്ക്കും കരുതാൻ പറ്റില്ല. അതിൻ്റെ അർത്ഥം മറ്റത് അപ്രധാനമാണെന്നല്ല കേട്ടോ. അങ്ങനെ വാദിക്കുന്ന ചില ആളുകളുണ്ട്. ഏത് ബ്രിട്ടീഷ് ഗവൺമെൻറ് സർവ്വ എന്താ പറയുക സൗകുമാര്യങ്ങളും തന്നു എന്നൊക്കെയാണ്. അക്ബറുടെ കാലത്ത് വേൾഡ് മാർക്കറ്റിൽ ഇന്ത്യയുടെ ഷെയർ 27%. ബ്രിട്ടൻ ഇന്ത്യ വിട്ടു പോകുമ്പോൾ ഇന്ത്യയുടെ ഷെയർ 1.5%. അതാണ് കോളനി ഭരണം. അല്ലാതെ കോളനി ഭരണം സാർവത്രികമായി സ്കൂളുണ്ടാക്കി, അല്ലെങ്കിൽ പൊതുവിദ്യാഭ്യാസം ഉണ്ടാക്കി, റോഡുണ്ടാക്കി, ആശുപത്രി ഉണ്ടാക്കി, അല്ലെങ്കിൽ പൊതു നിയമങ്ങളുണ്ടാക്കി എന്നുള്ളതൊക്കെ കൊളോണിയലിസത്തെ സംബന്ധിച്ച് ശരി തന്നെയാണ്. അതിലൊന്നും ഒരു സംശയമില്ല. പക്ഷേ ഇന്ത്യയെ കൊള്ളയടിച്ചു എന്നുള്ളത് അത്ര തന്നെ ശരിയാണ്. ഈ നമ്മുടെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ, നമുക്ക് ഒരു ശരിയെ താങ്ങാൻ പറ്റൂ, 2 ശരി താങ്ങാൻ പറ്റില്ല. പക്ഷേ നിർഭാഗ്യവശാൽ ചരിത്രത്തിൽ ഒരുപാട് ശരിയുണ്ട്. അതുകൊണ്ട് നമ്മൾ ഈ കൃത്യം, ഈ ചില ആളുകൾ പറയുമല്ലോ സൈദ്ധാന്തികമായിട്ട് ശരിയല്ല. നീ സൈദ്ധാന്തികമായിട്ട് ശരിയാവണം എപ്പോഴാണെന്നറിയോ? പ്രസംഗിക്കുമ്പോഴാണ്, അല്ലെങ്കിൽ സെമിനാറിൽ പേപ്പർ അവതരിപ്പിക്കുമ്പോൾ. റോട്ടിലിറങ്ങി അപ്പോൾ വൈരുദ്ധ്യം വന്ന് പിടിക്കും. ഈ റോട്ടിലിറങ്ങാത്തവരുടെ സുഖേടാ ഈ സിദ്ധാന്തപരമായി ശരിയായിരിക്കണം എന്നൊരു കാര്യമില്ല. അതുകൊണ്ട് ഈ അംബേദ്കറൊക്കെ പൊസിഷൻ മാറ്റുന്നത്. അതുകൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. അപ്പം അദ്ദേഹം ഈ ഒരു പൊസിഷൻ എടുക്കുകയും ഇന്ത്യൻ ജനാധിപത്യം എന്നതിൽ പാശ്ചാത്യ ജനാധിപത്യത്തിൻ്റെ സങ്കല്പത്തിൻ്റെ ഉള്ളടക്കത്തെ അടിസ്ഥാനപരമായി അദ്ദേഹം റീഫ്രെയിം ചെയ്യുകയും ചെയ്തു. ആ റീഇമാജിനേഷൻ്റെ കേന്ദ്രമാണ് ഫ്രറ്റേണിറ്റി. ഫ്രറ്റേണിറ്റി വന്നതോടെ ജനാധിപത്യ സങ്കല്പത്തിൽ വന്ന മാറ്റം എന്താ വെച്ചാൽ, അതൊരു കേവലമായ രാഷ്ട്രീയ സംവർഗം എന്നതിൽ നിന്നൊരു എത്തിക്കൽ കാറ്റഗറിയിലേക്ക് മാറി.
നിങ്ങളുടെ വളരെ ഇൻഡിവിജ്വലിസ്റ്റിക്കായ ജീവിത സന്ദർഭങ്ങളിൽ നിങ്ങൾ പ്രയോഗിക്കുന്നതാണോ ജനാധിപത്യം? ഒരു ധാർമ്മിക തത്വമായി നിങ്ങളിൽ ജനാധിപത്യമുണ്ടോ? അതോ മെജോറിറ്റേറിയനിസത്തിൻ്റെ ഒരു പ്രയോഗ രീതിയാണോ? ഇന്ന് മെജോറിറ്റേറിയനിസത്തിൻ്റെ പ്രയോഗ രീതി മാത്രമാണ് ജനാധിപത്യം. അതല്ലാതെ നമ്മുടെ സാമൂഹ്യ ജീവിതത്തിൽ ജനാധിപത്യത്തിന് ഒരർത്ഥമില്ല. അംബേദ്കർ പക്ഷേ വേറൊരു നിലയിലാണ് കണ്ടത്. ആ കാഴ്ചയുടെ കേന്ദ്രം എന്ന് വെച്ചാൽ തനിക്ക് തുല്യമായ അവകാശാധികാരങ്ങളുള്ളവരായി മറ്റെല്ലാവരെയും പരിഗണിക്കാനുള്ള നിങ്ങളുടെ ആന്തരികമായ സന്നദ്ധതയുടെ പേരാണ് സാഹോദര്യം. ആ സാഹോദര്യ ഭാവമാണ് അംബേദ്കർ ഊന്നി പറയാൻ ശ്രമിച്ചത്. ഒരു കാര്യം കൂടി പറഞ്ഞത് അവസാനിപ്പിക്കാം. അത് അവസാന ഘട്ടത്തിൽ ഹിന്ദു കോഡ് ബില്ലിന് ശേഷം അംബേദ്കർ അതേ ചൊല്ലി നെഹ്റു ഗവൺമെൻറ്റിൽ നിന്ന് രാജിവെച്ചതിന് ശേഷം അദ്ദേഹം അവസാനത്തെ ഒരു 3-4 വർഷക്കാലം അദ്ദേഹം ബുദ്ധമതത്തിലേക്ക് തിരിഞ്ഞു. ബുദ്ധമതത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ആലോചന 30കളിൽ തുടങ്ങുന്നുണ്ട്. ആദ്യഘട്ടത്തിൽ ഹിന്ദുമതത്തെ പരിഷ്കരിക്കാൻ കഴിയുമെന്നൊരു പ്രതീക്ഷ അദ്ദേഹത്തിനുണ്ടായിരുന്നു. അത്തരം ഒരു ലക്ഷ്യമാണ് വച്ചു പുലർത്തിയിരുന്നത്. പിന്നെ അദ്ദേഹം ഹിന്ദുമതത്തെ വിടുകയും ഹിന്ദുവായി ജനിച്ചെങ്കിലും ഞാൻ ഹിന്ദുവായിട്ട് മരിക്കില്ല എന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുകയും ചെയ്തു. അദ്ദേഹം ഏതു മതം സ്വീകരിക്കണം എന്നതിനെക്കുറിച്ച് ധാരാളം പഠനങ്ങൾ അന്ന് നടന്നുണ്ട്. ക്രിസ്ത്യാനിറ്റി, ഇസ്ലാം, അങ്ങനെയുള്ള സിഖ് മതം ഒക്കെ. സിഖ് മതം അദ്ദേഹത്തിൻ്റെ പരിഗണനയിൽ ഒരു ഘട്ടത്തിൽ ഉണ്ടായിരുന്നു താനും. പക്ഷേ ഇതൊന്നും അദ്ദേഹം സ്വീകരിച്ചില്ല. അവസാനം അദ്ദേഹം തീരുമാനിക്കുന്നത് ബുദ്ധമതത്തിലേക്ക് തിരിയാനാണ്. ബുദ്ധമതത്തോട് ആദ്യം തന്നെ ആകർഷണമൊക്കെ ഉണ്ട്. എങ്കിലും മരിക്കുന്നതിനൊരു 2 ആഴ്ച മുമ്പാണ് 3 ആഴ്ച മുമ്പാണ് അദ്ദേഹം 2 മാസം മുമ്പാണ് അദ്ദേഹം ബുദ്ധമതത്തിലേക്ക് പോകുന്നത്. 56 ഒക്ടോബറിലാണ് അദ്ദേഹം ബുദ്ധമതം സ്വീകരിക്കുന്നത്. പക്ഷേ അതിനു മുമ്പ് ബുദ്ധമതം എന്നതിനെക്കുറിച്ച് അദ്ദേഹം വളരെ ആഴത്തിൽ ആലോചിക്കുകയും ബുദ്ധമതത്തിലെ ചില തത്വങ്ങളെ അദ്ദേഹം പുതിയൊരു രാഷ്ട്രീയ കാര്യപരിപാടിയുടെ അടിസ്ഥാനമാക്കി മാറ്റുകയും ചെയ്തു. ഹീനയാനവും മഹായാനവും വജ്രയാനവും പോലുള്ള ബുദ്ധമതത്തിലെ പൗരാണിക രീതികളിൽ നിന്ന് വ്യത്യസ്തമായി അദ്ദേഹം ഒരു ബുദ്ധമത ദർശനം വികസിപ്പിച്ചെടുക്കുന്നുണ്ട്. അതിൻ്റെ പേരാണ് നവയാനം എന്ന പേരിൽ. നവയാന എന്ന പേരിൽ ഇന്നൊരു വലിയ പബ്ലിക്കേഷൻ ഉള്ളത് നിങ്ങൾക്കറിയായിരിക്കും. അംബേദ്കറേറ്റ് പഠനങ്ങൾ ഏറ്റവും കൂടുതൽ പ്രസിദ്ധീകരിക്കുന്നത് അവരാണ്. നവയാനം. ഈ നവയാനത്തെ മുൻനിർത്തി ബുദ്ധ ദർശനത്തെക്കുറിച്ചുള്ള തൻ്റെ രാഷ്ട്രീയ വീക്ഷണം അവതരിപ്പിക്കുന്ന ഒരു കൃതി അംബേദ്കർ അവസാനം എഴുതി. അംബേദ്കറുടെ ഏറ്റവും അവസാനത്തെ കൃതിയാണ് അത്. അദ്ദേഹം ജീവിച്ചിരിക്കുന്ന കാലത്ത് പബ്ലിഷ് ചെയ്തില്ല. ബുദ്ധ ആൻഡ് ഹിസ് ധർമ്മ, ബുദ്ധനും അദ്ദേഹത്തിൻ്റെ ധർമ്മവും എന്ന കൃതി. ആ കൃതിയിൽ അദ്ദേഹം ബുദ്ധദർശനത്തെ ജാതിവിരുദ്ധമായ ആധുനികമായ ഒരു ധാർമ്മിക രാഷ്ട്രീയ കാര്യപരിപാടിയുടെ കേന്ദ്രമായി മാറ്റുകയും അതിൻ്റെ കാതലായ തത്വമെന്ന നിലയിൽ അദ്ദേഹം മൈത്രി എന്ന ആശയം അവതരിപ്പിക്കുകയും ചെയ്തു. മൈത്രി ബുദ്ധമതത്തിലെ ബ്രഹ്മവിഹാരങ്ങൾ എന്നറിയപ്പെടുന്ന 4 അടിസ്ഥാന മൂല്യങ്ങളിലൊന്നാണ്. അഹിംസ, കരുണ, മൈത്രി, ഉപേക്ഷ എന്നിങ്ങനെ 4 അടിസ്ഥാന തത്വങ്ങളാണ് പ്രാചീന ബുദ്ധമതത്തിൻ്റെ ആധാരങ്ങൾ. അതിലെ മൈത്രിയെ അദ്ദേഹം സ്വീകരിച്ചു. എന്നിട്ട് അദ്ദേഹം പിന്നീട് പറയുന്നുണ്ട്, യു ഡു നോട്ട് തിങ്ക് ദാറ്റ് ഐ ആം ബോറോയിങ് ദ കൺസെപ്റ്റ് ഓഫ് ലിബർട്ടി ആൻഡ് ഫ്രറ്റേണിറ്റി ഫ്രം ഫ്രഞ്ച് റെവല്യൂഷൻ. ഐ ഹാവ് ഡിറൈവ്ഡ് ദീസ് കൺസെപ്റ്റ്സ് ഫ്രം മൈ മാസ്റ്റർ ലോർഡ് ബുദ്ധ. ഞാൻ ഫ്രഞ്ച് വിപ്ലവത്തിൽ നിന്നാണ് ഈ സാഹോദര്യം എന്ന ആശയം സ്വീകരിച്ചത് എന്ന് നിങ്ങൾ കരുതരുത്. ഞാൻ എൻ്റെ നാഥനിൽ നിന്നാണത് സ്വീകരിച്ചത്, ബുദ്ധനിൽ നിന്നാണ് എന്ന് പറയുന്നത്. അതിനുശേഷം അദ്ദേഹം മൈത്രി എന്താണെന്ന് ഈ പുസ്തകത്തിൻ്റെ ഒരു ഭാഗത്ത് പറയുന്നുണ്ട്. ഈ ബുദ്ധ ആൻഡ് ഹിസ് ധർമ്മ. അദ്ദേഹം 4 കാര്യങ്ങളാണ് മൈത്രിയിൽ പറയുന്നത്. 1, സർവചരാചരങ്ങളോടുമുള്ള നിരുപാധികമായ സ്നേഹം. 2, എല്ലാറ്റിനോടുമുള്ള തുറസ്. 3, തനിക്ക് കൈവന്ന ജീവിതാഹ്ലാദം മറ്റെല്ലാറ്റിനും കൈവരണമെന്ന സമർപ്പണഭാവം. 4, ആരോടുമുള്ള വെറുപ്പില്ലായ്മ. ഈ 4 മൂല്യങ്ങളിലാണ് മൈത്രി അദ്ദേഹം പ്രതിഷ്ഠിക്കുന്നത്. തനിക്ക് കൈവന്ന ജീവിതാനന്ദം എല്ലാവർക്കും കൈവരണം, എല്ലാറ്റിനോടും തുറന്ന മനസ്സോടെ നിൽക്കുക, സർവചരാചരങ്ങളോടുമുള്ള സ്നേഹഭാവം പുലർത്തുക, ഒന്നിനോടും വെറുപ്പ് പുലർത്താതിരിക്കുക. അദ്ദേഹം പറയുന്നുണ്ട്, ഫ്രറ്റേണിറ്റി എന്ന വാക്ക് വാസ്തവത്തിൽ പര്യാപ്തമല്ല, ഫ്രറ്റേണിറ്റി അപര്യാപ്തമാണെന്ന് പറഞ്ഞിട്ട് അംബേദ്കർ പറയുന്നത്. ഫ്രറ്റേണിറ്റിക്ക് രണ്ട് പരിമിതികളുണ്ട്. 1, അത് മാനുഷികമാണ്, അത് മനുഷ്യർക്കിടയിലുള്ളൊരു സങ്കല്പമാണ്. മൈത്രി പ്രാപഞ്ചികമാണ്, യൂണിവേഴ്സലാണ്. സർവചരാചരങ്ങളോടും ഉള്ള നിരുപാധിക സ്നേഹം. വേണമെങ്കിൽ നിങ്ങൾക്ക് ഓർക്കാവുന്നൊരു കാര്യമുണ്ട് കേട്ടോ. നമ്മുടെ ചിന്താവിഷ്ടയായ സീതയിൽ കുമാരനാശാൻ സീത വാൽമീകിയുടെ ആശ്രമത്തിൽ ചെന്നതിനെക്കുറിച്ച് പറയുമ്പോൾ അവിടെ അനുഭവിച്ച സ്നേഹത്തെക്കുറിച്ച് പറയുന്നുണ്ട്. മൈത്രി എന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ടില്ല, പക്ഷേ ആശാൻ എഴുതുന്ന വരി ഇതാണ്:
തരിപക്ഷികളോടും മൃഗങ്ങളോടും ആ സുരരോടും നരരോടും ഒന്നുപോൽ ഒരു മട്ടവരുള്ളിലേന്തും ആ സരള സ്നേഹരസത്തെ ഓർപ്പു ഞാൻ. തരുപക്ഷി മൃഗങ്ങളോട്, വൃക്ഷങ്ങളോട്, പക്ഷികളോട്, മൃഗങ്ങളോട്, നരരോട്, സുരരോട്, എല്ലാവരോടും ഒരു മട്ടവരുള്ളിലേന്തും ആ സരള സ്നേഹരസം. ആ സരള സ്നേഹത്തെയാണ് വാസ്തവത്തിൽ അംബേദ്കർ മൈത്രി എന്ന് പറഞ്ഞത്. ആശാൻ പിന്നെ മൈത്രി എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നുണ്ട് ചണ്ടാല ഭിക്ഷുകിയിൽ. മലയാളത്തിൽ മൈത്രി എന്നുള്ള വാക്ക് ആദ്യം ഉപയോഗിച്ചത് ആശാനാണ് 1923 ചണ്ടാല ഭിക്ഷുകിയിൽ. അപ്പം ഇങ്ങനെ സാർവത്രികമായ ഒരു പ്രാപഞ്ചിക സ്വഭാവമുള്ള സ്നേഹം, എല്ലാറ്റിനോടുമുള്ള തുറസ്, തനിക്ക് കൈവന്ന ആഹ്ലാദം എല്ലാറ്റിനും കൈവരണമെന്ന സമർപ്പണഭാവം, അതുപോലെ ആരോടുമുള്ള വെറുപ്പില്ലായ്മ, ഈ 4 മൂല്യങ്ങളടങ്ങുന്ന മൈത്രിയാണ് യഥാർത്ഥത്തിൽ വേണ്ടത്. സാഹോദര്യം പരിമിതമായ ഒരാശയാണ് എന്നാണ് അംബേദ്കർ ഏറ്റവും ഒടുവിൽ കാണുന്നൊരു കാര്യം. അങ്ങനെ ജനാധിപത്യം എന്ന് പറയുന്നതിന് ഔപചാരികമായ ഭൂരിപക്ഷ വോട്ടെടുപ്പിൽ നിന്ന് പ്രാപഞ്ചിക വ്യാപ്തിയുള്ള ഒരു ധാർമ്മിക തത്വമായി വികസിപ്പിച്ചതിൻ്റെ കഥ അംബേദ്കറുടെ ജനാധിപത്യ ഭാവനയുടെ ഉള്ളിൽ കാണാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ജനാധിപത്യം എന്ന് പറയുന്നത് അംബേദ്കർക്ക് ജോൺ ഡ്യൂയി പറഞ്ഞതോ ബ്രിട്ടീഷ് പാർലമെൻ്ററി സമ്പ്രദായമോ വോട്ടെടുപ്പോ ഒന്നുമല്ല. അതൊരു ഓൾട്ടർനേറ്റീവ് ഫിലോസഫിയാണ്, ഒരു റാഡിക്കൽ റീഇമാജിനേഷൻ ഓഫ് ദ ഡെമോക്രസി എന്ന് വേണമെങ്കിൽ പറയാം. അതിൻ്റെ കാതൽ എന്തായിരുന്നു? ഏറ്റവും അവസാനത്തെ മനുഷ്യന് മാനുഷികമായ അന്തസ്സ് ഉറപ്പ് വരുത്തുക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ റാൻസിയെ പറയുന്ന മൗലികമായൊരാശയം നിങ്ങൾക്കവിടെ കാണാം. ഡെമോക്രസി ഹാപ്പൻസ് വെൻ ദ പാർട്ട് ഓഫ് നത്തിങ് ഡിസ്റപ്റ്റ്സ് ദ എക്സിസ്റ്റിംഗ് സോഷ്യൽ ഓർഡർ. നിലനിൽക്കുന്ന വ്യവസ്ഥയെ അസ്ഥിരപ്പെടുത്തുന്ന ഒരു ഒന്നുമില്ലാത്തവരുടെ ഇടപെടലാണ് വാസ്തവത്തിൽ ജനാധിപത്യം. പാർട്ട് ഓഫ് നത്തിങ്, ഒന്നുമല്ലാത്തവർ, അവർ വ്യവസ്ഥയെ അസ്ഥിരപ്പെടുത്തുന്ന ഒരു പണിയാണ് വാസ്തവത്തിൽ ജനാധിപത്യം. ആ അസ്ഥിരപ്പെടുത്തലിന് ഏറ്റവും ആഴത്തിലും ഏറ്റവും പ്രാപഞ്ചികമായും, ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ പാരിസ്ഥിതികമായും അതിനെ സാക്ഷാത്കരിക്കാൻ കഴിയുന്ന ഒരു വഴിയായിട്ടാണ് തൻ്റെ മൈത്രി ഭാവനയെ അംബേദ്കർ ഉയർത്തിക്കൊണ്ടുവന്നത്. അങ്ങനെ 20കളിലെ മഹത് സത്യാഗ്രഹത്തിൽ നിന്നും മനുസ്മൃതി കത്തിക്കലിൽ നിന്നും അല്ലെങ്കിൽ ബഹിഷ്കൃത ഹിതകാരിണി സഭ പോലുള്ള സംഘടനകളിൽ നിന്നും അദ്ദേഹം പിന്നീട് ഷെഡ്യൂൾഡ് കാസ്റ്റ് ഫെഡറേഷൻ ഉണ്ടാക്കുന്നു, ഇൻഡിപെൻഡൻറ്റ് ലേബർ പാർട്ടി ഉണ്ടാക്കുന്നു. അങ്ങനെ പല വഴികളിലൂടെ സഞ്ചരിച്ച് അവസാനം അദ്ദേഹം ബുദ്ധമതത്തിലേക്ക് 1956 ഒക്ടോബർ 6 ബുദ്ധമതത്തിലേക്ക് ചേരുകയും 1956 ഡിസംബർ 6 അദ്ദേഹം വിടവാങ്ങുകയും ചെയ്തു. ആ വിടവാങ്ങലിൽ വാസ്തവത്തിൽ ഇന്ത്യൻ ജനാധിപത്യത്തെ മാത്രമല്ല ആധുനിക ലോകത്തിൻ്റെ ജനാധിപത്യ ഭാവനയുടെ ആഴമേറിയ ഒരു പുനഃക്രമീകരണം വാസ്തവത്തിൽ അംബേദ്കർ നടത്തിയിരുന്നു. അതിനെ കൂടി ഉൾക്കൊണ്ടാൽ ഒരുപക്ഷെ നമ്മെ വലയം ചെയ്യുന്ന നാനാതരം ഇരുട്ടുകളോട് ഏറ്റുമുട്ടാനുള്ളൊരു ധാർമ്മിക ശേഷിയായിട്ട് അംബേദ്കറുടെ ഓർമ്മ മാറിത്തീരും. ആ ഓർമ്മയെ നമ്മുടെ കാലത്ത് സാക്ഷാത്കരിക്കാൻ ശ്രമിച്ച ഒരാളുടെ പേരിലാണ് നമ്മളിവിടെ ഒത്തുകൂടുന്നത്. ഞാൻ കൊച്ചേട്ടനെ കുറിച്ചൊന്നും പറഞ്ഞില്ല. കൊച്ചേട്ടൻ എഴുതിയ കൃതികളിലും അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളിലും അദ്ദേഹത്തിൻ്റെ സാമൂഹ്യ ഇടപെടലുകളിലും എന്താണ് അദ്ദേഹം ചെയ്തത്? റാൻസിയെ തന്നെ ജനാധിപത്യത്തെക്കുറിച്ച് പറയുമ്പോൾ പറയുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, അതുവരെ കേൾക്കപ്പെടാതിരുന്നവരുടെ ശബ്ദം കേൾപ്പിക്കുക, അതുവരെ കേൾക്കപ്പെടാതിരുന്ന അദൃശ്യരായ മനുഷ്യരെ ദൃശ്യരാക്കുക, അതുവരെ കേൾക്കപ്പെടാതിരുന്ന ശബ്ദം കേൾപ്പിക്കുക. അങ്ങനെ കേൾക്കപ്പെടാത്ത ശബ്ദം കേൾപ്പിക്കാനും അദൃശ്യമായതിനെ ദൃശ്യവൽക്കരിക്കാനും ശ്രമിച്ച വലിയൊരു രാഷ്ട്രീയ നൈതിക ഇടപെടലായിരുന്നു കെ കൊച്ചിൻ്റെ ജീവിതം എന്ന് അദ്ദേഹത്തെ പിൻപറ്റാൻ ശ്രമിച്ചാൽ നിങ്ങൾക്ക് എളുപ്പം മനസ്സിലാവും. അതുകൊണ്ട് അദ്ദേഹത്തെ ഓർക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെയും ഇന്ത്യയിലെ ആധുനിക ജനാധിപത്യത്തിൻ്റെയും ഒരു കാതൽ എന്ന നിലയിൽ അംബേദ്കറേറ്റ് ജനാധിപത്യ ദർശനത്തെ ആഴത്തിൽ മനസ്സിലാക്കാൻ നമുക്കൊക്കെ ഉത്തരവാദിത്വമുണ്ട്. അത് അക്കാദമികമായൊരു മനസ്സിലാക്കലിനപ്പുറം നമ്മുടെ ജീവിത ബോധ്യങ്ങൾക്കകത്തുള്ള ഒരു നവീകരണം കൂടി ആവശ്യപ്പെടുന്നുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. നമസ്കാരം.